2018 ഓട്ടോമാറ്റിക് ഡെൽറ്റ ആണ് പെട്രോൾ. 2018 ഓട്ടോമാറ്റിക് ഡെൽറ്റ. ഇത് നമുക്ക് ഓഫർ റേറ്റിൽ 460 കൊടുക്കാം. അതിന് 5 ലക്ഷം ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. അതിന്റെ വരണ 120 പുതിയ പേപ്പർ എടുത്തിട്ടല്ലേ? പുതിയ എടുത്ത വണ്ടിയാണ് ഇത്. 190 കേട്ടോ. 190. ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. ഒരുപാട് വണ്ടികളുണ്ട്, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ചെറുവണ്ടികളുടെ ഒരു ചാകര തന്നെ വരുന്നുണ്ട്. ഫസ്റ്റ് ഒരു വലിയൊരു വണ്ടി കാണിച്ചിട്ട്, വലിയ വണ്ടിയാണെന്ന് വിചാരിച്ചു നിങ്ങൾ ഞെട്ടണ്ട. ചെറിയ പൈസക്ക് അങ്ങനെ തരാൻ പോകുന്നത് ഈ ഒരു ബെൻസ് സി ക്ലാസ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. എത്ര കൊടുക്കാം ലാസ്റ്റ് ഫൈനല്? നമുക്ക് 430 ഫൈനൽ കൊടുക്കാം. 430 ഫൈനൽ കൊടുക്കാം. മാക്സിമം ലോൺ കൊടുക്കൂലേ? മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഇനി അതേപോലെ തന്നെ ഒരു ഇഗ്നീസ് നോക്കുന്നുണ്ടെങ്കിൽ 2018 മോഡൽ ഇഗ്നീസ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് എത്ര കൊടുക്കാം? 460 കൊടുക്കാം. 460 2018 ഇഗ്നീസ് ഫുൾ ലോണാണ് ചെയ്തത്. അതേപോലെ തന്നെ ക്രെറ്റ നോക്കുന്ന ഒരാളാണെങ്കിൽ 2000 ഏതാ മോഡൽ വരുന്നത്? 2018 ഡീസൽ വണ്ടിയാണ്. 2018 ക്രെറ്റ ഡീസൽ വണ്ടി തരാൻ പോകുന്നത് എത്ര അറിയോ? 7,60,000 രൂപ. ഇത് മാത്രമല്ല, ഇപ്പൊ വലിയ വണ്ടികളല്ല പറഞ്ഞത്. അതുപോലെ തന്നെ ചെറിയ ചെറിയ വണ്ടികൾ ആൾട്ടോ 800 ഉണ്ട്, ടാറ്റ ഇൻഡിക വരുന്നുണ്ട്, വാഗ്നർ വരുന്നുണ്ട്, സ്വിഫ്റ്റ് വരുന്നുണ്ട്, റിഡ്സ് വരുന്നുണ്ട്. ഒരുപാട് വണ്ടികൾ ചെറിയ പൈസക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നമ്മൾ ഇന്നുള്ളത് കാസ് കാറിൽ സലീം ഖാന്റെ യാർഡിലാണുള്ളത്. സലീം ഖാന്റെ യാർഡാണെങ്കിൽ നമ്മളപ്പുറം മുസഫിറാണുള്ളത്. മുസഫിറ, ഇത് കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്ക് അടുത്ത് തറയിട്ടാലാണ് സ്ഥലം. തറയിട്ടാലിൽ കാസ് കാറിലേക്ക് വന്നാൽ മതി അല്ലേ? ഒരുപാട് കാറുകളുണ്ട്, നീണ്ട നിരാണ് കിടക്കുന്നത്. നമ്മുടെ വണ്ടീന്റെ ഫുൾ സ്റ്റോക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ നമ്പർക്ക് ജസ്റ്റ് വാട്സപ്പിൽ ഒരു ഹായ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് റിട്ടേൺ ലിങ്ക് വരും. ആ ലിങ്ക് കയറിയാൽ ഫസ്റ്റത്തെ ലിങ്കിൽ നമ്മൾ മൊത്തം വണ്ടിന്റെ ഡീറ്റെയിൽസ്, കിലോമീറ്റർ, ഓണർഷിപ്പ് കാര്യങ്ങൾ, ലോൺ ഒക്കെ ഉണ്ട്. രണ്ടാമത്തെ ലിങ്കിൽ നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ ഉണ്ട്. അപ്പൊ എന്തായാലും നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട്. വേഗം വിളിച്ചോളി. ഞാൻ നമുക്ക് നേരെ ബോറടിപ്പിക്കുന്നില്ല, ഒരുപാട് നേരം സംസാരിപ്പിക്കുന്നില്ല. നേരെ വീഡിയോയിലേക്ക്. കുറച്ച് സ്പീഡ് കൂടുതലായിരിക്കും, ഒരുപാട് വണ്ടികളുണ്ടല്ലോ. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? 2011 മോഡലാണ്. 2011 ഏറ്റവും ടോപ്പിന്റെ XV ആണ് വരുന്നത്. സ്റ്റാർട്ട്, ക്ലൈമറ്റ് കൺട്രോൾ, AC, കീലെസ് എൻട്രി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ. ഓണർഷിപ്പ് 4th ആണ്. 130 ഓടിയിട്ടുണ്ട്. 130. പ്രൈസ് കാര്യങ്ങളൊന്നുമില്ല. പക്ക കേരള വണ്ടിയല്ല. ലാസ്റ്റ് ഫൈനൽ എത്ര? നമുക്ക് 240 ചോദിക്കണ്ടേ, മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. എത്ര ലോൺ വരും? ഒരു 1.5 ലോൺ. 1.5 വരെ, അതായത് ഒരു 1 lakh വേണ്ട, ഒരു ചെറിയൊരു പൈസ കമ്മി ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. ഈ റിഡ്സ് അങ്ങനെ ഏതാ? ഡീസലാണോ പെട്രോൾ ആണോ? ഡീസലാണ്. ഏതാ മോഡൽ? 2010 ആണ്. 230 ആണ്. ഇതേ 2010 എടുത്ത് 2 രൂപയ്ക്ക് വേറെ ഉണ്ട് കേട്ടോ. 2 രൂപയ്ക്ക് വേറെ ഉണ്ട്. 2010 ഡീസൽ. ഓൺഷിപ്പ് പാർട്ടിയുടെ വണ്ടിയാണ്, റേറ്റ് ചെറിയ. ഓക്കെ. ഇത് ഓൺഷിപ്പ് 3rd ആണ്. കിലോമീറ്റർ 92,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കും. മാക്സിമം 1.5 ചെയ്ത് കൊടുക്കും. ഓക്കെ. ഈ റിഡ്സോ? ഇത് 2014 ആണ്. ഇത് നമുക്കൊരു ഇത് 214 ആണ്. 330 കൊടുക്കണം. 330 2014 രണ്ടും 330 കൊടുക്കാം അല്ലേ? ഡീസൽ അല്ലേ വരുന്നത്? ഓൺഷിപ്പ് ഓണർഷിപ്പ് 3rd ഉണ്ട്. പിന്നെ ഇത് 4th ഉണ്ട്. കിലോമീറ്റർ ഇത് 90. അത് 1 റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ഓക്കെ. ഈ റിഡ്സ് കാണിക്കുന്നില്ല, നേരെ സ്വിഫ്റ്റിലേക്ക് പോവാ. സ്വിഫ്റ്റ് എങ്ങനെയാണ് ഡീറ്റെയിൽസ് എടുക്കുന്നത്? 2009 ആണ്. ഇത് നമുക്കൊരു 2 രൂപ കൊടുക്കും. 2 രൂപയ്ക്ക് 2009. എപ്പോഴാണ് റിന്യൂവൽ വരുന്നത്? സെപ്റ്റംബറിൽ വരുന്നത്. സെപ്റ്റംബറിൽ. ഓണർഷിപ്പ് 4th ആണ്. കിലോമീറ്റർ 1.45. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. ഈ സ്വിഫ്റ്റോ? ഇത് 2010 ആണ്. 2010 മൂന്നാമത്തെ ഓണർഷിപ്പ് വണ്ടിയാണ്. മൂന്നാമത്തെ ഓണർഷിപ്പ്. ഇതോടെ ആസ്ക് ചെയ്യുന്നത് 220 ആണ്. 220. ഇതിന്റെ 2010 സിംഗിൾ ഓണർ വണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. 2 lakhന് കൊടുക്കാം. 2 lakhന് കൊടുക്കാം. കിലോമീറ്റർ അത് 1.15. 1.15. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. 2010 ആണ് വരുന്നത്. 2020 വെക്കുന്നുണ്ട്. മറ്റേത് 2 രൂപ കേട്ടോ. ഏത് ഡീസൽ അല്ലേ? ഓക്കെ. ഈ ഇഗ്നിസോ? ഇത് 2018 ഓട്ടോമാറ്റിക് ഡെൽറ്റ ആണ് പെട്രോൾ. 2018 ഓട്ടോമാറ്റിക് ഡെൽറ്റ. ഇത് നമുക്ക് ഓഫർ റേറ്റിൽ 460 കൊടുക്കാം. അതിന് 5 lakh ഫിനാൻസ് ചെയ്ത് കൊടുക്കും. 5 lakh ഫിനാൻസ്. ക്യാഷ് ബാക്ക് 40,000 രൂപ. ഓണർഷിപ്പ് 4th ആണ്. നമ്പർ ആയ വണ്ടിയാണ് കേട്ടോ. റിയാണ് വരുന്നത്. കിലോമീറ്റർ കർണാടക റിയാണ്. പക്കാ സ്റ്റെറിൽ വണ്ടിയാണ്. ഓക്കെ. കിലോമീറ്റർ ഇപ്പോൾ 73 73 അല്ലേ? ഓക്കെ. ഇതോ? ഇത് 2012 ആണ്. നമുക്കൊരു 1.5 രൂപ കൊടുക്കാം. ഫിയറ്റിന്റെ പൂണ്ടോ അല്ലേ? ഫിയറ്റ് പൂണ്ടോ. 2012 പൂണ്ടോ 1.5 രൂപ. ഓണർഷിപ്പ് 3rd ആണ്. കിലോമീറ്റർ 1,03,000. 1,03,000. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? സ്വിഫ്റ്റ് തന്നെ. ഇത് ഡിസയർ ആണ്. ഡിസയർ ആണ് വരുന്നത്. 2009 മോഡല്. എപ്പോഴാണ് റിന്യൂവൽ വരുന്നത്? ഈ കൊല്ലം ഡിസംബറിൽ റിന്യൂവൽ വരുന്നതാണ്. ഓണർഷിപ്പ് 3rd. 83,000 കിലോമീറ്റർ. വെറും 83,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. പ്രൈസ് തന്നെ വരുന്നത്? പ്രൈസ് 1,90. 2009 ഡിസംബറിൽ റിന്യൂവൽ വരുന്നത് 1,90. പ്രൈസ് നെഗോഷ്യബിൾ ആട്ടോ. ഇത് 2008 ആണ്. പേപ്പർ എടുത്ത വണ്ടിയാണ്. ഇത് 1,90 കേട്ടോ. 1,90. 2008 2028 വരെ പേപ്പർ ഉണ്ടാവും അല്ലേ? ഡിസൈർ വരുന്നത്. ഓണർഷിപ്പ് വരുന്നത് കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്.
കിലോമീറ്റർ ഇത് 1.15. 1.15. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. ലോണ് കയറോ? 2008 ആയതുകൊണ്ട് നമുക്ക് ഒരു 1 lakh കൊടുക്കാം. 1 lakh കൊടുക്കാം അല്ലേ? മറ്റുള്ളവർക്ക് 1 lakh കൊടുക്കാം. ഓക്കെ. ഇവ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ഇത് SS4 ആണ്, 2011 മോഡൽ. 2011 മോഡൽ. ഓണർഷിപ്പോ? ഓണർഷിപ്പ് 4th ആണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 85. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് 2.10 ആസ്ക് ചെയ്യുന്നുണ്ട്, മാക്സിമം ചെയ്ത് കൊടുക്കും അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ഈ ഐറ്റം എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2011 മോഡൽ ഇറാണ്. 2011 ഇറ. ഓണർഷിപ്പോ? ഓണർഷിപ്പ് 3rd ആണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 92 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടില്ല, എടുക്കാം. പ്രൈസ് ആണ് വരുന്നത്? ഇത് 1.65. 1.65. ഒരു 1 lakh ഫിനാൻസ് കൊടുക്കാം. ഒരു 65,000 വണ്ടി ഇവിടെ നടക്കാം അല്ലേ? ഇയോണ് ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് 2012 മാഗനാണ് വരുന്നത്. ഓണർഷിപ്പോ? ഓണർഷിപ്പ് 2nd ആണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,06,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ് മെയിൻ ഗ്ലാസ് ഉണ്ട് കേട്ടോ. മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് 1.65 ആസ്ക് ചെയ്യേണ്ടി നമുക്ക് കുറച്ച് കൊടുക്കാം. 1.20 ലോൺ കൊടുക്കാം. 1.20 ലോൺ കൊടുക്കാം. 1.20 ലോണും കൊടുക്കാം അല്ലേ? ഓക്കെ. ഇതോ? ഇത് 2010 മോഡൽ ആണ്. എസ്റ്റിലോ? 2010 എസ്റ്റിലാണ് വരുന്നത്. ന്യൂ ഷേപ്പ് ഇട്ടോ, കെ സീരീസ് എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. ഓക്കെ. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് 3rd ആണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 83 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ് ഗ്ലാസ് ഉണ്ട്. ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ആണ് വരുന്നത്? 1.25 കൊടുക്കാം. 1.25 കൊടുക്കാം. ഇതോ? ഇത് 2009 മോഡൽ ഇൻഡിക്ക V2 ആണ്. 2009 മോഡൽ. പേപ്പർ എപ്പോഴാണ്? പേപ്പർ നമുക്ക് ഒന്നും എടുത്തു കൊടുക്കാം. 70 പേപ്പർ 70 2009 ടാറ്റ ഇൻഡിക 70 പേപ്പർ എടുത്തിട്ട് 70 റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. ഓക്കെ. ഈ നെക്സ്റ്റ് ഏതാ വരുന്നത്? ഇത് 2011 മോഡൽ ടോപ്പ് ആൻഡ് അവറ. 2011 അല്ലേ? ഗ്ലാസ് റീപ്ലേസ് ആണ്. ചെറിയൊരു ക്രാക്ക് ഉണ്ട്, അത് മാറ്റണം. മാറ്റി കൊടുക്കാം. ഓക്കെ. ഓണർഷിപ്പ് ഏതാണത്? ഓണർഷിപ്പ് 2nd ആണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,16,000. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് 1.10 കൊടുക്കാം. 1.10 കൊടുക്കാം അല്ലേ? 2011 അല്ലേ പറഞ്ഞത്? നെറ്റ് ഫുൾ ഓട്. ഓക്കെ. ഇനി ഇതോ? ഇത് 2010 ആണ്. ഇത് നമുക്ക് 2 ഡോർ പവറിന്റെ ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് 1.10 കൊടുക്കാം. 1.10 കൊടുക്കാം. 2010. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.40. റീപ്ലേസ്മെന്റ് ഏതാണോ? ഒന്നുമില്ല. പ്രൈസ് ലാസ്റ്റ് 1.10 അല്ലേ? 1.10 ചെയ്ത് കൊടുക്കാം, മാക്സിമം ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റോ? ഇത് 2012-13 വണ്ടിയാണ്. നമുക്ക് 1.40 കൊടുക്കാം. 1.40 കൊടുക്കാം. ഗ്ലാസ് എന്തായാലും മാറ്റണമല്ലോ, നല്ല വലിയൊരു ക്രാക്ക് ഉണ്ട്. 2nd ഓണർ ആണ്. 82,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഏതാണോ? ഒന്നുമില്ല. മാറ്റി കൊടുക്കാം. ഗ്ലാസ് എന്തായാലും മാറ്റി കൊടുക്കാം. ഗ്ലാസ് എത്ര ഫൈനൽ? 1.40 മാറ്റി കൊടുക്കാം. 1.40 മാറ്റി കൊടുക്കാം. ഒരു സാൻഡ്രോ വരുന്നുണ്ട്. സാൻഡ്രോ എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2007 ആണ്. നമുക്ക് 2027 പേപ്പർ ഉണ്ടാവും. ഓണർഷിപ്പോ? ഓണർഷിപ്പ് ഇത് 2nd. കിലോമീറ്ററോ? കിലോമീറ്റർ നോക്കണം. 500. റീപ്ലേസ്മെന്റ് ആണോ? ലാസ്റ്റ് എത്രക്ക് ഫൈനൽ കൊടുക്കാം? നമുക്ക് ഒരു 90 രൂപ കൊടുക്കാം. 90 രൂപ കൊടുക്കാം. ഈ ഒരു സാൻഡ്രോ ഇത് റീപെയിന്റ് ചെയ്തതല്ലേ? 2005 ആണ്. നമുക്ക് 80 രൂപ കൊടുക്കാം. 80 രൂപ കൊടുക്കാം. ഈ സാൻഡ്രോ 2005 2025 വരെ പേപ്പറുള്ള സാൻഡ്രോ 80 രൂപ കൊടുക്കാം അല്ലേ? ഫൈനൽ ആണോ? മാറ്റം വരുത്തി കൊടുക്കാം. 2012 VXI കേട്ടനാണ് വരുന്നത്. ഓണർഷിപ്പോ? ഓണർഷിപ്പ് 2nd. കിലോമീറ്റർ 73 കേട്ടോ. 73. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് 1.90 ആസ്ക് ചെയ്യേണ്ടി, ഒരു 1.20 ലോണും കൊടുക്കാം. 1.20 ലോണും കൊടുക്കാം. ഓക്കെ. ഇപ്പൊ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ഇയോൺ 2018 അല്ല, ടച്ചപ്പ് ഉണ്ട്. 2018 വണ്ടിയാണ്. ഇത് നമുക്ക് ഒരു 2.40 കൊടുക്കാം കേട്ടോ. 2.5 വരെ ഫിനാൻസും കിട്ടും. 2018 ഏതാ ഓപ്ഷൻ വരുന്നത്? ഇറാണ് വരുന്നത്. ഓണർഷിപ്പോ? ഓണർഷിപ്പ് 2nd. കിലോമീറ്റർ 73. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. 2012 2.40 കൊടുക്കാം. ഓക്കെ. ഇനി ഒരു ആൾട്ടോ 800 വരുന്നുണ്ട്. ഇത് 13-14 വണ്ടിയാണ്. നമുക്ക് 1.85 കൊടുക്കാം. 1.85. 2013 2014 ആൾട്ടോ 800. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് 4th. കിലോമീറ്റർ 90. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. 1.90 അല്ലേ പറഞ്ഞത്? 1.85 അല്ലേ? ഓക്കെ. നമുക്ക് 1.5 ഫിനാൻസും കൊടുക്കാം. ഈ ആൾട്ടോ 800 ഇത് 2019 ആണ്. ഇത് നമുക്കൊരു 3.20 കൊടുക്കാം. 3.20. 2019. കിലോമീറ്ററോ? 80. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. 3.20 അല്ലേ? മാക്സിമം റേറ്റ് കുറയില്ലേ? എത്ര ലോൺ കയറും? നമുക്ക് 2.25 കൊടുക്കാം. ഓക്കെ. ഈ 800 ഇത് 2018 ആണ്. നമുക്ക് 2.90 കൊടുക്കാം. സിംഗിൾ ഓണർ വണ്ടി ആകെ 50 ഓടിയിട്ടുള്ളൂ. 50,000 സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 50. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. ഓക്കെ. 2.90 അല്ലേ? മാക്സിമം ലോൺ കൊടുക്കൂലേ? ഓക്കെ. ഇതോ? ഡാറ്റ്സന്റെ 2014 ആണ്. നമുക്കൊരു 1.80 കൊടുക്കാം. 1.80 ഗോ അല്ലേ വരുന്നത്? 1.80. 2014 1.80. ഓണർഷിപ്പോ? 2nd ഓണർഷിപ്പ്. കിലോമീറ്റർ 81,000. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. ഈ വാഗ്നർ വരുന്നുണ്ട്.
ഡീറ്റെയിൽസ് 2018 വണ്ടിയാണ്. നമുക്ക് ഫുൾ ഓൺ കൊടുക്കാം. 2018 ഫുൾ ഓൺ. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. സെക്കൻഡ് ഓണർ വണ്ടി. കിലോമീറ്റർ 73,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പ്രൈസ് ആണ് വരുന്നത്. ഇത് 380 ആണ്. കയ്യിൽ മാറ്റം വരുത്തി കൊടുക്കാം. വോൾസ്വാന്റെ പോളോ പോളോ 2 വരുന്നുണ്ട് അല്ലേ? പെട്രോളും ഉണ്ട്, ഡീസലും ഉണ്ട്. പെട്രോളും ഡീസലും വരുന്നുണ്ട്. പെട്രോൾ സിംഗിൾ ഓണർ, ഡീസൽ ഫോർത്ത് ഓണർഷിപ്പ് ആണ്. ഡീറ്റെയിൽസ് വരുന്നത്. 2010 സിംഗിൾ ഓണർ ഉണ്ട്. 2010 സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 130. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. കംഫർട്ട് ലൈൻ ആണ്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പണി കഴിഞ്ഞ് നമ്പറായ വണ്ടിയാണ് കേട്ടോ. ഓക്കെ. ഇതാണ് ഡീറ്റെയിൽസ്. പ്രൈസ് വരുന്നത്. ഇത് 260 ചോദിക്കുന്നുണ്ട്. നമുക്ക് മാറ്റം വരുത്തി കൊടുക്കാം. ഒരു 1.5 ഫിനാൻസും കൊടുക്കാം. 1.5 ഫിനാൻസും കൊടുക്കാം. ഇതോ ഇത് സെയിം റേറ്റ് 260 ചോദിക്കുന്നത്. 1.5 ഫിനാൻസ് കൊടുക്കാം. ഏതാ മോഡൽ വരുന്നത്? 2011 കംഫർട്ട് ലൈൻ. 2011 അല്ല വരുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഒരു ബെൻസ് കാണിച്ചാൽ അതേതാ മോഡൽ വരുന്നത്? ഇത് 2008 C220. 220 ആണ് വരുന്നത്. ഡീസൽ കേട്ടോ. ഡീസലാണ് വരുന്നത്. ഓണർഷിപ്പോ? ഓണർഷിപ്പ് ഫോർത്ത് ആണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒരു മെക്കാനിക്കൽ വർക്ക് ഒന്നും പെൻഡിങ് ഇല്ല കേട്ടോ. കിലോമീറ്ററോ? കിലോമീറ്റർ 1,54,000 കിലോമീറ്റർ. 1,54,000. റീപ്ലേസ്മെന്റ് എന്താണോ? ഒന്നുമില്ല. 28 കറക്റ്റ് ആണോ? അതെ, 28 പുതിയ പേപ്പറും ഉണ്ട്. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്. നമ്മൾ 4 ചോദിക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഇനി മാറ്റം പറ്റി 4 ചോദിക്കുന്നത്. പ്രൈസ് നെഗോഷ്യബിൾ ആണല്ലേ? ഓക്കെ. അവിടെ മുസഫിറെ ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? പജീറോ ഇത് 2013 ആണ്. 2013 പജീറോ സ്പോട്ട് കേട്ടോ. പജീറോ സ്പോട്ട് ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 180 ഓടി ഉണ്ട്. റീപ്ലേസ്മെന്റ് എന്താണോ? ലോ റീപ്ലേസ് കാര്യങ്ങളൊന്നും കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടി. മെക്കാനിക്കൽ വർക്ക് ഒന്നും ബാക്കിയില്ല കേട്ടോ. ഒരു മെക്കാനിക്കൽ വർക്ക് കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്. പ്രൈസ് നമുക്ക് 10 രൂപ കൊടുക്കാം. 10 ലക്ഷം രൂപ. ഇനി എന്താ കുറയോ? നമുക്ക് ഡീൽ ചെയ്യാം അല്ലേ? ഓക്കെ. ഈ ഒരു ക്രെറ്റ 2018 ഡീസലാണ്. 2018 ഡീസൽ. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് ഈ ആണ് ഓപ്ഷൻ വരുന്നത്. പിന്നെ ഡീസലാണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ് ചെറിയ വർക്ക് എടുത്തിട്ടുണ്ട്. അതാണ് നമുക്ക് ഓഫർ റേറ്റിൽ A60 കൊടുക്കാം. 2018 ക്രെറ്റ A60 ഡീസൽ. കേരള വണ്ടിയല്ല കൊടുക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ള ഏതാണ്? അവിടെ സുമോ ഗ്രാൻഡ് ഉണ്ട്. സുമോ ഗ്രാൻഡ് നടക്കുക. ഏത് സുമോ ആണ്? ഏറ്റവും തലക്ക ലാസ്റ്റിലുള്ള കൊടുക്കാനുള്ളതാണ്. ഇതിന്റെ ഈ കോഴ്സ് ഒക്കെ കൊടുക്കാനുള്ളല്ലേ? ഒക്കെ കൊടുക്കാം. കോഴ്സ് ഏതാ മോഡൽ വരുന്നത്? ഇത് 2002 ആണ്. എത്ര കൊടുക്കാം? നമുക്ക് 2 lakh ചോദിക്കുന്നുണ്ട്. ചെയ്ത് കൊടുക്കും. എത്ര പേപ്പർ ഉണ്ട്? അത് 27 വരെ പേപ്പർ ഉണ്ട്. 27 വരെ പേപ്പർ ഉണ്ട്. സുമോ ഗ്രാൻഡ് എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? 2011 വണ്ടിയാണ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്. 1.5 ചോദിക്കുന്നുണ്ട്. നമുക്ക് മറ്റേ പോലെ കൊടുക്കണം. ലാസ്റ്റ് ഫൈനൽ എത്ര കൊടുക്കും? നേരിട്ട് വരും സംസാരിക്കാം. മാക്സിമം ചെയ്ത് കൊടുക്കും. കാരണം ഒരുപാട് വണ്ടികളുണ്ട്. നമ്മൾ ഒരുപാട് മിക്സ് ആക്കുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ വാട്സപ്പിൽ ഒരു ഹായിട്ട് ലിങ്ക് കിട്ടും. കാറ്റലോഗ് ഉണ്ട്. ചെക്ക് ചെയ്താൽ കേട്ടോ. ഓക്കെ. ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. നമുക്ക് അവിടെ ഹോണ്ട സിറ്റി അമേസ് ഒക്കെ വരുന്നില്ലേ? അതിലേക്ക് പോയാലോ? അമേസറ്റ് എങ്ങനെയാ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2014 വണ്ടിയാണ്. 2014. കേരള ആണോ റീയാണോ വരുന്നത്? ഇത് കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,23,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ആണോ? ഗ്ലാസ് മാറിയിട്ടുണ്ട്. വേറെ മേജർ വേറൊന്നുമില്ല. എത്ര പ്രൈസ് വരുന്നത്? നമ്മൾ 360 ചോദിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് 380 വരെയൊക്കെ ലോൺ കൊടുക്കണം. 380 വരെ ലോൺ കൊടുക്കാം അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ള ഏതാണ്? SS4 ഉണ്ട്. 260 2012 ക്ലീൻ പീസ് വണ്ടി കേട്ടോ. 2012 മോഡൽ അല്ലേ? നമ്മളിത് 2010 വേറെ 2 വണ്ടി വേറെ ഉണ്ട്. 2010 വേറെ ഉണ്ടല്ലേ? ഓക്കെ. ഇനിയിപ്പോ ഇതോ? ഇത് 2009 ആണ്. ഉണ്ടായി പറഞ്ഞല്ലേ? ഇതിപ്പോ പുതിയ പേപ്പർ എടുത്തിട്ട് നമുക്ക് 1.20 കൊടുക്കാം. 2009 1.20. ഉണ്ടായിന്റെ പറഞ്ഞ 1.20 പുതിയ പേപ്പർ എടുത്തിട്ടല്ലേ? ഡീസൽ വരുന്നത്. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ 83,000 കിലോമീറ്റർ. ഓക്കെ. ഇനിയിപ്പോ നെക്സ്റ്റ് കാണിക്കാനുള്ള ഏതാണ്? പിന്നെ മാൻസ് ഉണ്ട്. എത്രയാണ്? 2010 സിംഗിൾ ഓണർ വണ്ടിയാണ്. ആൻഡ്രോയിഡ് സെറ്റ് അലവില് കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുൾ ഫിറ്റിംഗ്സ്. എത്ര ചോദിക്കണേ? നമ്മൾ 1.30 ചോദിക്കുന്നുണ്ട്. മാക്സിമം കൊടുക്കാം. 1.10 വണ്ടി വേറെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതോ? പിന്നെ സണ്ണി ഉണ്ട് 2012. ഇത് നമുക്ക് 2.70 കൊടുക്കാം. 13 സണ്ണി ഉണ്ട് 2.90 കൊടുക്കാം. അപ്പൊ എന്തായാലും സ്പോട്ട് എവിടെ വരുന്നത്? ഇത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്ക് അടുത്ത് തറയിട്ടാലിൽ കേസ് കാറിൽ സലീം ഖാൻ എടുത്താണുള്ളത്. സലീം ഖാറിന്റെ അടുത്താണെങ്കിൽ നമ്മളോട് സംസാരിച്ച് ഇത്ര നേരം മുസഫിറാണ്. അപ്പൊ എന്തായാലും സ്പോട്ടും കാര്യങ്ങളൊന്നും ആരും മറക്കണ്ട. അതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ബാഗും പിടിച്ചോളി.